അസ്സലാമു അലൈക്കും. ഞാൻ സലീംകുട്ടി. പ്രിയ കൂട്ടരിന്ന് വോയിസ് ഇടാൻ കാരണം, ഇന്നലെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് മെസ്സഞ്ചറിൽ വരികയുണ്ടായി. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വന്നൊരു മോശപ്പെട്ട കമന്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കന്മാരും ആ നേതാക്കന്മാരൊക്കെയുള്ള അനുയായികൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നാണ്. ഞാൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര്, പണ്ഡിതന്മാര് ഇന്ന് പ്രസംഗിച്ച കാര്യം ഉടനെ ഫേസ്ബുക്കിൽ പോയിട്ട് തിരുത്തുകയാണ്. ഞാൻ ആ പ്രസംഗത്തിന്റെ വ്യാഖ്യാനം അതല്ല, അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലുള്ള സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ആകെ സംശയാലുക്കളായി തീരുന്നൊരു സാഹചര്യമുള്ളത്. എത്ര സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. ഒരു സ്റ്റേജ് കിട്ടിയാൽ അവിടെ വെച്ചിട്ട് വലിയ പ്രഭാഷണം നടത്തും. ഉടനെ തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ അതല്ല, അങ്ങനെയല്ല എന്ന് തിരുത്തി പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. അവരെ കീഴിലുള്ള അനുയായികൾ എത്ര മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടോ? ഏതാണ് ഒരു വിശ്വസിക്കുക? എവിടെയാണ് ഒരു ഉറച്ചു നിൽക്കുക? അപ്പോ കാന്തപുരം ഉസ്താദിന് സുൽത്താനുലമയ്ക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും ഉസ്താദിന്റെ അനുയായികൾക്കും എത്ര അഭിമാനമാണുള്ളത്. ഇന്ന് വരെ പറഞ്ഞൊരു കാര്യം മാറ്റി പറയേണ്ടി വന്നിട്ട്